സങ്കീർത്തനങ്ങൾ 23:4 കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. യഹോവ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. തന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സന്തോഷത്തോടെ മുമ്പോട്ട് പോകുവാനുള്ള ഒരു വഴിയും കാണുവാൻ സാധിക്കാതെ ഇരുൾ മൂടിയവരെ പോലെ ആയിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തി 1:3-4 വാക്യങ്ങളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്നു ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഇരുളുകളെയും പൂർണ്ണമായും മാറ്റി നിങ്ങൾക്ക് വെളിച്ചം തരുവാൻ നമ്മളുടെ ദൈവമായ യഹോവ സർവശക്തൻ ആകുന്നു. പുറപ്പാട് 14:20 ദൈവം തന്റെ ജനമായ ഇസ്രായേലിന് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു എന്നും സങ്കീർത്തനം 112:4 നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾ ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കുക. എന്നാൽ 1 പത്രോസ് 2:9 നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നും എഫെസ്യർ 5:8-11 വാക്യങ്ങളിൽ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു, അതുകൊണ്ട് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുതേ എന്നും ലൂക്കോസ് 11:35 ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതിനാലും നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിച്ച് ഏതു കൂരിരുളിന്റെ താഴ്വരയിലും ഒരു അനർത്ഥവും ഭയപ്പെടാതെ വെളിച്ചമായ ക്രിസ്തുയേശുവിനോടുകൂടെ യാത്ര ചെയ്യാം. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവ് നമ്മളെ അന്ത്യത്തോളം കരം പിടിച്ച് വഴി നടത്തും. അതിന് ദൈവം നമുക്ക് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.